ചൂരന്മല ദുരന്തത്തില് ഒരു പാർട്ടി KPCC 100 വീടും അതുപോലെ AICC 100 വീടും യൂത്ത് കോൺഗ്രസിന് 30 വീടും പണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.25 വർഷം കഴിഞ്ഞു, ഇതുവരെ സ്ഥലം പോലും വാങ്ങിയിട്ടില്ല. അതാണ് ഏറ്റവും പിന്നെ ഇവര് BJP-CPM തമ്മിൽ ഡീലാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. പിന്നെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ എസ്ബാൻഡും കോമൺവെൽത്തും ടെട്ര ഇടപാടിലൊക്കെ നിങ്ങളുടെ കുറെ മന്ത്രിമാർ ജയിലിൽ കിടന്നിട്ടുള്ള ഇപ്പോഴും നിങ്ങൾ അവരെ ന്യായീകരിച്ച് നടക്കുകയാണ്. അത് വേറെ കാര്യം. ഇപ്പൊ നിലവിലെ 118 MP-മാരാണ്. മുമ്പ് കോൺഗ്രസിന്റെ നേതാക്കളാണ്, ഇപ്പൊ BJP MP-മാരാണ്. അതുപോലെ 6 മുഖ്യമന്ത്രിമാര്, 255 MLA-മാര് ഒക്കെ BJP-ലേക്ക് കൂറുമാറിയിട്ടാണ്. CPM BJP നിങ്ങൾക്ക് അല്ല സോയയുടെ ചോദ്യം എനിക്ക് കോൺഗ്രസിന്റെ MLA-മാരുടെ മുഖ്യമന്ത്രിമാരുടെ ഒക്കെ കണക്ക് പറഞ്ഞു. ആ ത്രിപുര ഒരു കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥല, അവിടെ പാർട്ടി ഓഫീസ് പോലും അവിടെ പിന്നെ എന്താ RSSന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുക. പറയട്ടെ ഡീലിനെ പറ്റി പറയട്ടെ. PM ശ്രീ ഒക്കെ ഒപ്പുവെച്ച് നടു നിവർത്തിയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡീല് അല്ല എല്ലാത്തിനും മറുപടി ഉണ്ട് ചേട്ടാ, ക്ഷോഭിക്കണ്ട. 1500 കോടി രൂപ കിട്ടാൻ വേണ്ടി വലിയ ദുരിതത്തിലാണ് സർക്കാർ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് PM ശ്രീ ഒപ്പിടുന്നത്. അപ്പൊ ഒരു PM ശ്രീ പറഞ്ഞിട്ട് വീടിന്റെ കാര്യം പറയും, അല്ലാതെ റോസൽ രാജ് ഒരു മിനിറ്റ് ചേട്ടാ ഒന്ന് ഇരിക്കേ. അവർ വീടിന്റെ കാര്യം പറയട്ടെ ചേട്ടാ. ഇരിക്ക് മറുപടി ഡീലിനെ പറ്റി പറഞ്ഞില്ലേ? വളരെ കൃത്യമായി സർക്കാർ എത്ര കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നാട് മുഴുവൻ പിരിച്ചു കൊടുത്തത്? അതിന്റെ കണക്ക് പറയണം. വാടക പോലും പറയട്ടെ വാടക പോലും അവിടുത്തെ ആളുകൾക്ക് വാടക കൊടുത്ത് ജീവിക്കാൻ പോലും നിവർത്തിയില്ലാതെ വാടക പോലും കൊടുക്കുന്നില്ല. അതുകൊണ്ട് സംസാരിക്കല്ലേ, അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കല്ലേ. അവർക്ക് 5000 രൂപ വെച്ച് കേൾപ്പില്ലാത്തൊരു സർക്കാർ ഇവിടെ ഭരിക്കുന്നത്. പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കും. കോൺഗ്രസ് വീട് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് വെച്ച് കൊടുക്കും. ഏത് സ്ഥലമാണെന്നുള്ള ആധാരം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പിണറായി വിജയൻ കൊണ്ടുവന്ന ആധാരം കാണിച്ചായോ? ആ വാടക കൊടുത്തതിന്റെ വാടക ചീട്ട് കാണിച്ചായോ? പിണറായി വിജയനെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വാടക കൊടുത്തതിന്റെ വാടക ചീട്ട് കൊണ്ടുപോയോ? ആ വാടക കൊടുത്ത 5000 രൂപ വാടക കൊടുത്തതിന്റെ 5000 രൂപ തോൽക്കുമ്പോ 5000 കൊടുത്തിട്ട് കാര്യമില്ല. CPM സ്ഥിരം പണിയാ. അത് വേണ്ട.